So we can start today's class. Okay. So today we are going to study about ME 14606 Automobile Engineering. അതിന്റെ module 3 ആണ്. Okay, class 4C. Okay. So എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? മുഹമ്മദ് ഗിൽ സർ. ഗുൽ സാറിന് കേൾക്കുന്നുണ്ടോ? Yes, sir. Sir. Okay, right. So anyway, today we are going to study about more about the construction of the lead acid battery and its terms and ratings actually. Then chemical reaction like discharging and recharging of these electrical batteries. Okay. So last class we were discussing about the lead acid battery and its components, and today we are going to study about the balance portion. Okay. So in the last class, we were discussed about the different components. First component is the grid and plates, and the second component is the separators, and third component is the containers or the cases. Okay. Now today we are going to study about the balance topic of the parts of the lead acid battery. So the fourth one is the electrolyte, and then we will discuss about these vent and filler plugs and the seller connectors and then cell covers. Okay, so all these topics we will cover today. So what is exactly this electrolyte actually? So electrolyte എന്ന് പറയുന്നത് it is used in the lead acid battery is aqueous solution of the sulfuric acid ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. Okay, so the aqueous solution of the sulfuric acid. So around 40% of sulfuric acidum അതുപോലെ തന്നെ 60% of the distilled waterമാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. So around 40% of sulfuric acidum, 60% water, distilled water. Okay, so battery manufacturers yeah. So from the battery manufacturers, actually battery manufacturers സാധാരണയായിട്ട് ഈ ഒരു റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡിയും അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറിനെയും ഈ ഒരു റേഷ്യോസ് ആണ് അവർ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇൻ ദ കേസസ് ഓഫ് സം ക്ലൈമറ്റിനനുസരിച്ച് അത് ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരാറുണ്ട്. സോ ഇതിന്റെ ക്ലൈമറ്റിന്റെ അനുസരിച്ച് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ഈസ് 26.5 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് സാധാരണയായിട്ട്. We are using in ordinary case we are using around 26.5 degree. Here the acid is actually the first part of in the volume and it is around 3.2 of the distilled water. So specific gravity of the distilled water is around 1.260 in 15.5 degrees centigrade. So first part of the volume of the acid is around 3.2 of the distilled water and around its gravity is around 1.26 in 15.5 degrees centigrade. When climate change ചെയ്യുന്ന സമയത്ത് okay, climate change ചെയ്യുന്ന സമയത്ത് first part of the volume of the acid change ആവുന്നത് 4.3 part ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. Okay, with the distilled water to give the specific gravity of 1.210. Okay, സെയിം ആദ്യത്തെ കേസിൽ 1.260 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ 1.210 ആയി മാറും. ഓക്കെ, സോ സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനുള്ള കാരണം ദ സൾഫൈറ്റ് അയോൺസ് ആണ്. ആക്ച്വലി സൾഫൈറ്റ് അയോൺസ്, ദീസ് സൾഫൈറ്റ് അയോൺ വിച്ച് ഈസ് കമ്പൈൻഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദി പ്ലേറ്റ് മെറ്റീരിയൽ, ആ പ്ലേറ്റ് മെറ്റീരിയൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ആൻഡ് ദെൻ an ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോ അത് കൂടാതെ ഈ ഒരു സൾഫൈറ്റ് അല്ലെങ്കിൽ സൾഫൈറ്റ് അയേൺസ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആക്ടിങ് ലൈക്ക് എ കരിയർ ആക്ച്വലി. സോ എ കരിയർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ബാറ്ററിന്റെ ഇൻസൈഡ് ഒരു കറണ്ടിന്റെ കരിയർ ആയിട്ടാണ് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് അയേൺസ് ആക്ച്വലി ഓക്കെ സൾഫൈറ്റ് അയേൺസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു നെഗറ്റീവ് പ്ലേറ്റും അതുപോലെ തന്നെ പോസിറ്റീവ് പ്ലേറ്റിനും ഇടയിൽ ബാറ്ററിന്റെ ഇൻസൈഡില് ഇവരൊരു എന്താ പറയാ കരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് കൂടാതെ നമുക്ക് ചില കാര്യങ്ങൾ നോട്ട് ചെയ്യും. ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററിന്റെ കേസിൽ, ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന്, ഈ ആസിഡ് നമ്മൾ സാധാരണഗതിയിൽ ആഡ് ചെയ്യുന്നത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ട് ആഡ് ചെയ്യാൻ വളരെ സ്ലോലി വേണം നമ്മൾ അത് ആഡ് ചെയ്യേണ്ട കേസ്. ഓക്കെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്ലോലി അല്ല ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്.
Okay, so there will be some explosions, maybe there are some explosions ഉണ്ടാവാനുള്ള chances ഉണ്ട്. So that is why actually yeah, that is why we have to add very slowly with the distilled water. Okay, right. So the addition of the acid with the water may cause the explosion, so because of that we have to add the teas very slowly. And yeah, ഇനി ഇത് തമ്മിൽ ഒരു ടാങ്കിൽ വെച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ദി മിക്സിംഗ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ ലെഡ് ലൈൻഡ് ടാങ്ക്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു എർത്തൻവെയർ വെസലിലോ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കൂടാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വുഡോ അല്ലെങ്കിൽ ഗ്ലാസ് റോഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, റൈറ്റ്. നൗ യാ, ഇനി ഈ ഇലക്ട്രോലൈറ്റ് നമ്മൾ എപ്പോഴും കൂൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇതൊരു എക്സോതെർമിക് ആയതുകൊണ്ട് ഹീറ്റ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് എപ്പോഴും നമ്മൾ കൂൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ടു പ്രിവെന്റ് ദി പ്ലേറ്റ്, ആക്ച്വലി പ്ലേറ്റോ അല്ലെങ്കിൽ സെപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ്, ഇതിനൊക്കെ ഒരു സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെപ്പോഴും കൂൾ ചെയ്തുകൊണ്ടിരിക്കണം. നൗ ദെൻ ഇലക്ട്രോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ വെരി ഹൈ ഡെൻസിറ്റി ഉള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ദ വോളിയം ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇസ് ലിമിറ്റഡ് ബൈ ദ കൺസെൻട്രേഷൻ ഓഫ് ദ ബാറ്ററി സൈസ് ആൻഡ് വെയിറ്റ്. സോ ബാറ്ററി സൈസിനും വെയിറ്റിനും അനുസരിച്ച് നമ്മൾ എത്ര കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എത്ര ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഓട്ടോമൊബൈലിനനുസരിച്ചാണ്. കാരണം ചില ഓട്ടോമൊബൈൽസ് നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ ചെറിയ ചെറിയ ഓട്ടോമൊബൈൽ ആയിരിക്കും ആക്ച്വലി, അതായത് വളരെ ചെറിയ ബാറ്ററി സൈസ് ആയിരിക്കും, പക്ഷെ അത് ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറഞ്ഞ വലിയ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. So it depends upon the density of the electrolyte actually. Okay, right. Now yeah, so heavy electrolyte സാധാരണ ഏരിയയിൽ നമ്മൾ ഇൻസൈഡ്, അതായത് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ എ കംപ്ലീറ്റ് സർക്യൂട്ട് ഇൻസൈഡ് ദ സെൽ ഓഫ് ദ ബാറ്ററി. And also specific gravity of the electrolyte എന്താണ്, it is varies with the temperature. So that is why it may increase or decrease with the temperature and vice versa. And you know that ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ബാറ്ററിയുടെ സൈസ്, നമുക്ക് ബാറ്ററിയിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ ഇലക്ട്രോലൈറ്റിന്റെ ഏകദേശം ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 15 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. 15 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിൽ പറയാറുള്ളത്. ഓക്കെ, പിന്നെ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ പക്ഷേ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സാധാരണയായിട്ട് 18 പോയിന്റ്സ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ 25 ഡിഗ്രി സെന്റിഗ്രേഡ് 25 ഡിഗ്രി ടെമ്പറേച്ചറിലോ അതിന്റെ മുകളിലോ ഉള്ള ടെമ്പറേച്ചറിൽ 18 പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഈ 18 പോയിന്റ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മിക്സ്ചർ റേഷ്യോ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ യാ, നൗ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഏകദേശം 1.260 അല്ലെങ്കിൽ 1.210 എന്ന റേഞ്ചിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. നൗ നമ്മൾ അടുത്ത പാർട്ട് ഉപയോഗിക്കുന്നത് വെന്റ് ആൻഡ് ഫില്ലർ പ്ലഗ്സിനെ കുറിച്ചാണ്. വെന്റ് ആൻഡ് ഫില്ലർ പ്ലഗ്സ്. ഓക്കെ, എന്തിനാണ് വെന്റും അല്ലെങ്കിൽ ഫില്ലർ പ്ലഗ്സും യൂസ് ചെയ്യാറുള്ളത്? സോ ദ പ്ലഗ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ്. നമ്മൾ ഇതിലൊരു ത്രെഡഡ് ഹോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ദ പ്ലഗ്സ് ആൻഡ് ദ വെന്റ്സ് ആർ സ്ക്രൂഡ് ഇൻ ടു എ threaded holes in the cell which covers and also provided to fill the cell actually electrolyte periodically with the water. നമുക്കറിയാം വെന്റ് ആൻഡ് ഫില്ലർ പ്ലഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാറ്ററിയിൽ കാണുന്ന ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ക്യാപ്പിന്റെ അകത്തിൽ കിടക്കുന്ന കാര്യത്താണ് നമ്മൾ ഈ ഒരു ഫില്ലർ അല്ലെങ്കിൽ വെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ക്യാപ്പിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു വെന്റും അതുപോലെ തന്നെ ഫില്ലർ പ്ലഗ്സും യൂസ് ചെയ്യുന്നത്. സോ ഈ പ്ലഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളൊരു സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അതായത് നമ്മൾ ഈ ഒരു ഹോളിൽ ത്രെഡഡ് ഹോളിന്റെ അകത്ത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് നമുക്കിപ്പം ആവശ്യത്തിന് തീരുന്നതനുസരിച്ച് ഇലക്ട്രോലൈറ്റോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ നമുക്ക് ഫില്ല് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആ ഹോൾസ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത്, അതായത് നമ്മൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഗ്യാസസ് വരാനുള്ള ഫോം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. സോ ആ ഗ്യാസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു വെന്റും അതുപോലെ തന്നെ ഫില്ലർ പ്ലഗ്സും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസസ് മാത്രമേ നമ്മൾ അതിൽ പുറത്തേക്ക് പോകാൻ അനുവദിക്കുള്ളൂ, പക്ഷെ ഇലക്ട്രോലൈറ്റ് പോകാൻ നമ്മൾ അനുവദിക്കാറില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് ആക്ച്വലി നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് സെൽ കണക്ടേഴ്സ് ആണ്. സെൽ കണക്ടേഴ്സ്. സോ സെൽ കണക്ടേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഈ ഒരു ടെർമിനൽസിന്റെ മുകളിൽ അതിന്റെ മുകളിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അത് വെൽഡ് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ചില സമയങ്ങളിൽ വെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൽ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽസ് ഓരോ ഒരുപാട് സെൽസ് ഇതിനകത്തുണ്ടാവും. ഈ സെൽസിനെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു വെൽഡ് സെൽ കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് വെൽഡ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ അതിന്റെ അകത്ത് ഉണ്ടാവുന്നത്. നൗ നമുക്കറിയാം ഇതിന്റെ ടോപ്പിൽ പോസിറ്റീവ് ടെർമിനൽ കുറച്ച് വലുതായിട്ടാണ് നമുക്ക് കാണുന്നത്. നെഗറ്റീവ് ടെർമിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു പൊസിഷനിലായിട്ടാണ് ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ നമുക്ക് കാണാറുള്ളത്. And it is done using the to reduce the chances of the installing battery in reverse. തിരിച്ച് നമ്മൾ ഇപ്പം ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും കണക്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സൈസ് കൂട്ടിയിട്ട്, ഒരു പോസിറ്റീവ് ടെർമിനലിന്റെ സൈസ് നമ്മൾ കൂട്ടിയിട്ട് വെക്കാനുള്ള കാരണം. ഓക്കെ, ഇനി ഫൈനലി ദ പീസ് ഈസ് സെൽ കവേഴ്സ്. ആക്ച്വലി സെൽ കവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ദി ബാറ്ററി നമ്മളൊരു സിംഗിൾ പീസ് അല്ലെങ്കിൽ ഒരു വൺ പീസ് കവർ ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ബാറ്ററിക്ക് കൊടുക്കുന്നത്. ഓക്കെ, വിത്ത് ഗീവ് ദ ബാറ്ററി ആസ് എ വൺ പീസ് കവർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സെൽസും ഒരൊറ്റ അല്ലെങ്കിൽ ഒരൊറ്റ പ്ലേറ്റ് എലമെന്റ്സ്, എല്ലാ പ്ലേറ്റ് എലമെന്റ്സും ഈ ഒരൊറ്റ ഇതിന്റെ അകത്ത് കിടക്കാൻ വേണ്ടി നമ്മളൊരു സിംഗിൾ പീസ് ഓഫ് കവർ ആണ് ഇതിന് കൊടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ യാ, ഇതില് ഈ ഒരു സിംഗിൾ പീസ് കവർ ആണെങ്കിൽ പോലും ഇതിന്റെ ഇടയിൽ നമ്മൾ ജോയിന്റ്സുകളുണ്ട്. ആ ജോയിന്റ്സുകളെല്ലാം നമ്മൾ ഈ ആസിഡ് അല്ലെങ്കിൽ ഈ ഒരു കവറിന്റെ അകത്ത് ഈ ഒരു ആസിഡ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് വളരെ ക്ലോസ് ആയിട്ടും അതുപോലെ വളരെ ടൈറ്റ് ആയിട്ടും സീൽ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ സീലിംഗ് കോമ്പൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റുമിനസ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ ഇതിൽ സീലിംഗ് കോമ്പൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാവ് സമ്മർ ടെമ്പറേച്ചർ. ഓക്കെ, സമ്മർ ടെമ്പറേച്ചർ, ചൂടുകാലത്തുള്ള ടെമ്പറേച്ചറോ അല്ലെങ്കിൽ വളരെ ലോവർ വിന്റർ ടെമ്പറേച്ചറിന്റെ സമയത്തോ ഒന്നും പറ്റരുത്. സോ അതുകൊണ്ട് ഇതിന്റെ സീലിംഗ് കോമ്പൗണ്ട് ഇതിന് രണ്ടിനും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, സെൽ കവറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഈ സീൽസ് ആക്ച്വലി നമ്മൾ ഒരു റിഗിഡ് പ്ലാസ്റ്റിക് റെസിൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സീൽസിൽ ഇതിൽ ഉപയോഗിക്കുന്ന സീൽസ് എന്ന് പറയുന്നത് ഒരു റിഗിഡ് പ്ലാസ്റ്റിക് റെസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് പെർമനന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ തണുപ്പിച്ചാലോ ഒന്നും നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പെർമനന്റ് സീലിംഗ് ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെൽ കവേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ ബാറ്ററിയും അതിന്റെ എലമെന്റ്, ഓക്കെ, ഓരോ ബാറ്ററിയിലും നമ്മൾ കൊടുക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് പ്ലേറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ ബാറ്ററിയിലും നമ്മൾ ഒരു പോസിറ്റീവ് പ്ലേറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് പ്ലേറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് പ്ലേറ്റിന് ഒരു പ്ലേറ്റ്, ഓക്കെ, ഒരു നെഗറ്റീവ് പ്ലേറ്റ് എക്സ്ട്രാ നമ്മൾ ഇതിൽ സാധാരണയായിട്ട് ബാറ്ററികളിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അതായത് പോസിറ്റീവ് പ്ലേറ്റിനേക്കാൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് പ്ലേറ്റ് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐദർ നമുക്കത് അറിയണം ഏതാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ പ്ലേറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. സോ യാ, രണ്ട് പ്ലേറ്റ് സെയിം ആണെങ്കിൽ അപ്പോൾ നമുക്കൊരു ഫ്ലോ ഉണ്ടാവില്ല ആക്ച്വലി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒരു ന്യൂട്രൽ ഇതായി മാറും. So the plate react with electrolyte and the reaction which is flow of electrons between the two plate groups. Okay, സോ സാധാരണഗതിയിൽ ഓട്ടോമൊബൈൽ ബാറ്ററീസ് നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 വോൾട്ട് ഉണ്ടായിരിക്കും, 12 വോൾട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 24 വോൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, സോ പക്ഷേ നമുക്ക് ഹയർ വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ ഹയർ വോൾട്ടേജ് ഉള്ള ബാറ്ററി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ സെൽസ് കൂടുതൽ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു 6 സെൽസ് ആണ് സാധാരണഗതിയിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ 6 സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 × 2 ഏകദേശം 12 വോൾട്ട്. ഓക്കെ, സോ 12 വോൾട്ട് ബാറ്ററി ഔട്ട്പുട്ട് നമുക്ക് ഏകദേശം ഇതിൽ കിട്ടും. ഓക്കെ, സോ 12 വോൾട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിൽ ബാറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും, അതായത് 6 സെൽസ് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്തത് ഇതിന്റെ ടേംസ് ആൻഡ് റേറ്റിംഗ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ,
സോ എന്താണ് ഈ ടേംസ് ആൻഡ് റേറ്റിംഗ്സ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബാറ്ററിന്റെ കപ്പാസിറ്റിനെ കുറിച്ച് ആദ്യം അറിയണം. ഓക്കെ, സോ ബാറ്ററി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പാരാമീറ്റർ. സോ ബാറ്ററി പാരാമീറ്റർ അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി എന്താണെന്ന് അറിയണം. എന്ന് പറയുന്നത് ഇറ്റ്സ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ദാറ്റ് ബാറ്ററി ക്യാൻ സ്റ്റോർ ആൻഡ് ഡെലിവർ അറ്റ് റേറ്റഡ് വോൾട്ടേജ് ആക്ച്വലി. ഓക്കെ, ഇറ്റ്സ് റേറ്റഡ് വോൾട്ടേജിനനുസരിച്ചാണ് ഈ ഒരു ബാറ്ററിന്റെ കപ്പാസിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി എന്ന് പറയുന്നത് എത്ര ഇലക്ട്രിക്കൽ ചാർജ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അത് ആ ഒരു റേറ്റഡ് വോൾട്ടേജിനനുസരിച്ച് എത്ര ചാർജ് ഡെലിവർ ചെയ്യാനും പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് ആക്ച്വലി പറയുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഒരു ബാറ്ററിന്റെ കപ്പാസിറ്റി സാധാരണഗതിയിൽ നമുക്ക് മെയിൻ ആയിട്ട് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം അതിൽ നമ്പർ ഓഫ് പ്ലേറ്റ്സ്, ഒരു സെല്ലിൽ എത്ര പ്ലേറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച്. രണ്ടാമത്തത് ഓരോ പ്ലേറ്റിനും തിക്നെസ്സും അതുപോലെ തന്നെ സൈസും എന്താണെന്നതനുസരിച്ച്. ഇപ്പൊ മൂന്നാമതാണ് നമുക്ക് അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിന്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഡെൻസിറ്റിക്കും അനുസരിച്ചും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ഇതിന്റെ ഡിസ്ചാർജ് റേറ്റ് വരുന്നത്. ഹൈ ഡിസ്ചാർജ് റേറ്റ് ആണ്, ഡിസ്ചാർജ് റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഈ പറഞ്ഞമാതിരി പെട്ടെന്ന് തന്നെ തീരും ആക്ച്വലി. പിന്നെ അത് കൂടാതെ ലാസ്റ്റ് ആൻഡ് ഫൈനലി അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യത്തിനനുസരിച്ച് നമുക്ക് ബാറ്ററിന്റെ കപ്പാസിറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ദ റേറ്റ് ഓഫ് ഡിസ്ചാർജ് റേറ്റ്, സപ്പോസ് ഒരു ബാറ്ററിന്റെ ഏകദേശം ഒരു 40 ആംപിയർ ഹവർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാറ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാറ്ററി നമ്മൾ പറയുക സാധാരണയായിട്ട് 40 അല്ലെങ്കിൽ 50 ആംപിയർ ഹവറിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ 40 ആംപിയർ ഹവറുള്ള ഒരു ബാറ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ഏകദേശം ഒരു 10 മണിക്കൂറിന് റേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സപ്പോസ് 10 അവർ റേറ്റ് ഓഫ് ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം 4 ആംപിയർ ആയിരിക്കും അതിന്റെ കറണ്ട് വരുന്നത്. സോ ദർ ഇസ് എ കോൺസ്റ്റന്റ് കറണ്ട് ഓഫ് 4 ആംപിയർ. ഓക്കെ, 4 ആംപിയർ ആയിരിക്കും അതിന്റെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ സപ്പോസ് നമ്മൾ എടുക്കാൻ ഒരു 12 വോൾട്ടിന്റെ ബാറ്ററി എടുക്കുകയാണെന്ന് വിചാരിക്കാം. 12 വോൾട്ട് ബാറ്ററി 50 ആംപിയർ ഹവർ കപ്പാസിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 10 ആംപിയർ കറണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് എടുക്കുകയാണെങ്കിൽ 5 മണിക്കൂറിന്റെ ഉള്ളിൽ ആ ഒരു ബാറ്ററി കംപ്ലീറ്റ് തീരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 12 വോൾട്ടിന്റെ ബാറ്ററി നമ്മളൊരു 50 AH കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിന്ന് എടുക്കുകയാണെങ്കിൽ, 12 വോൾട്ട് ബാറ്ററിയില്ല, 12 വോൾട്ടിന്റെ ബാറ്ററി വിത്ത് 50 AH എടുക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മൾ 10 ആംപിയർ കറണ്ട് ആണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 5 അവേഴ്സ്. സോ 5 അവേഴ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ 5 അവേഴ്സ് നമുക്ക് ടോട്ടൽ ആയിരുന്നു കിട്ടും. അതായത് 12 വോൾട്ട് റേറ്റിംഗിൽ 5 അവേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, റൈറ്റ്, യാ. നൗ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബാറ്ററിന്റെ എഫിഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വാട്ട് ഇസ് ബാറ്ററീസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് എ ബാറ്ററി ടു ദ ഇൻപുട്ട് റിക്വയർഡ് ടു ദ റീസ്റ്റോർ the initial state of the charge under specified conditions of the temperature, current rate and final voltage എന്നാണ്. അതായത് ഇത് ഒരു റേഷ്യോ ആണ്. ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. ഈ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്ചാർജ്, എത്രത്തോളം ഡിസ്ചാർജ് ആവുന്നുണ്ടോ അതുപോലെ തന്നെ എത്രത്തോളം റീചാർജും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു റേഷ്യോനെയാണ് നമ്മൾ ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ബാറ്ററി ടു ദ ഇൻപുട്ട് റിക്വയർഡ് ടു സ്റ്റോർ. നമുക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര ഇൻപുട്ട് വേണം, ആ ഒരു എനർജി ഇൻപുട്ട് വേണം. ഓക്കെ, എത്ര അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര എടുത്തിട്ടുണ്ടോ അതിൽ ടു എത്രയാണ് നമ്മൾ അതിലേക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, സോ അത് തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ, അതായത് വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട്. സ്പെസിഫിക് കണ്ടീഷൻസും ടെമ്പറേച്ചർ ആൻഡ് കറണ്ട് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ വോൾട്ടേജ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നിനനുസരിച്ച് ഉണ്ടാവുന്ന ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്താ പറയുന്നത് ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ യു ക്യാൻ സി ഇൻ ദി PPT കാണാൻ പറ്റും ആംപിയർ ഹവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആംപിയർ ഹവർ ഓൺ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ആംപിയർ ഹവർ ഓൺ റീചാർജ്. നമ്മളൊരു എഞ്ചിനീയേഴ്സ് ആയിട്ട് നമുക്ക് ബാറ്ററിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. സോ എന്താണ് ബാറ്ററിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്കഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഒരു ബാറ്ററി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.
മിനിമം. ഒന്ന് അത് എത്ര ആംബിയർ ഹവർ ആണ്, രണ്ടാമത്തത് അതിന് എത്ര വോൾട്ടേജ് ആണ്. സോ 12 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് അങ്ങനെ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ വോൾട്ടേജ് അതുപോലെ തന്നെ എത്ര ആംബിയർ ഹവർ. സോ ആംബിയർ ഹവറിൽ അത് എത്ര നേരം വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി അതിൽ താഴത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് വാട്ട് ഹവർ. Okay, so watt hour output on a discharge divided by watt hour input on a recharge is the watt hour efficiency എന്ന് പറയുന്നത്. ഇനി എനർജി എഫിഷ്യൻസി നമുക്ക് ടോട്ടലി പറയാൻ പറ്റുന്ന എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നതിന് ഒരു ഫോർമുല പറയുന്നുണ്ട്. പി ഡി ഇൻറ്റു ടി ഡി ഡിവൈഡ് ബൈ പി സി ഇൻറ്റു ടി സി. പി ഡി ഇൻറ്റു ടി ഡി ഡിവൈഡ് ബൈ പി സി ഇൻറ്റു ടി സി എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നത് പവറും ടി എന്ന് പറയുന്നതിലെ ടൈമും ആണ്. ഓക്കെ, സോ ടോട്ടൽ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ പവർ ഇൻറ്റു ടൈം. ഡി എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്ചാർജും സി എന്ന് പറയുന്നത് ചാർജിങ്ങും ആണ്. ഓക്കെ, സോ സോ ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് സപ്പോസ് നമ്മളൊരു ബാറ്ററി പറയുമ്പോൾ 6 വോൾട്ട് 100 ആംബിയർ ഹവർ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോസ് നമ്മൾ വോൾട്ടേജ് ഡബിൾ ആക്കാണ് വെച്ചോ. ഇഫ് ദ വോൾട്ടേജ് ഈസ് ഡബിൾഡ് ദെൻ ദി ആംബിയർ ഹവർ കപ്പാസിറ്റി സെയിം 100 AH തന്നെയായിരിക്കും. സോ അതായത് അതിലുണ്ടാവുന്ന ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഏകദേശം 1200 വാട്ട് പവർ ആയിരിക്കും. ഓക്കെ, 1200 വാട്ട് പവർ ആയിരിക്കും അതിലുണ്ടാവുന്നത്. റൈറ്റ്. ഇനി ബാറ്ററിന്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, റൈറ്റ്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലൈഫ് ഓഫ് എ ബാറ്ററി വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദി സ്റ്റേറ്റ് ഓർ ദ കണ്ടീഷൻ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിന് അതായത് തീരെ ചാർജ് അതിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നതിനാണ് നമ്മൾ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു തരി പോലും ചാർജ് അതിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റുന്നില്ല. ഓക്കെ, ഇറ്റ് ഹാസ് നോ ലോങ്ങർ ഹോൾഡ് എ പ്രോപ്പർ ചാർജ്. അതായത് അതിന് കാരണം മെയിൻ ആയിട്ട് ആ സെൽസ് എന്താ പറയുക ഷോർട്ട് സർക്യൂട്ട് ആയി പോയിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന സെൽസുകൾ ഷോർട്ട് സർക്യൂട്ട് ആയി പോകുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു റീസൺ വരാനുള്ള കാരണം. രണ്ടാമത്തെ കേസ്, നമുക്ക് കിട്ടിയ ബാറ്ററിന്റെ 80% അല്ലെങ്കിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ബാറ്ററി ഈസ് റേറ്റഡ് ഫോർ. ഓക്കെ, സോ ദി ലെഡ് ആസിഡ് ബാറ്ററി ഈസ് യൂഷ്വലി ലിമിറ്റഡ് ഫോർ ദി ചില ഫാക്ടേഴ്സിനനുസരിച്ചാണ് ലെഡ് ആസിഡ് ബാറ്ററി. കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ചാണ്. അത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ലിമിറ്റഡ് ആണ്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ടൈപ്പിനനുസരിച്ച്. ഓക്കെ, രണ്ടാമത്തത് അതിന്റെ ലൈഫ് സൈക്കിൾ ആണ് ആക്ച്വലി. ഓക്കെ, എത്ര ലൈഫ് സൈക്കിൾ ഉണ്ടാവുന്നു എന്നുള്ളതിനനുസരിച്ച്. മൂന്നാമതായിട്ട് അതിന്റെ പ്ലേറ്റിന്റെ തിക്നെസ്സിനനുസരിച്ച്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെഡ് ആസിഡ് ബാറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ഇതിൽ പോവാം. കെമിക്കൽ റിയാക്ഷൻ, ഡിസ്ചാർജ് ആൻഡ് റീചാർജിനെ കുറിച്ച് പറയാം. അതായത് ഒരു ബാറ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവുക അല്ലെങ്കിൽ റീചാർജ് ആവുക എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ആക്ച്വലി. സോ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോമൊബൈലിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ ബാറ്ററി എന്നറിയാം. അതിൽ നമ്മൾ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാറുമുണ്ട്. ഓക്കെ, കെമിക്കൽ എനർജിന്ന് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു ബാറ്ററി നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ബാറ്ററി നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എനർജിനെ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ വെൻ ദ ബാറ്ററി ഇസ് കണക്റ്റഡ് ടു സം എക്സ്റ്റേണൽ ലോഡ് ലൈക്ക് എന്താ പറയാ ഇപ്പം സ്റ്റാർട്ടർ മോട്ടർ അതുപോലെ തന്നെ ലൈറ്റുകൾ, ഇതിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എനർജി എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ബാറ്ററിക്ക് ഒരു ചാർജ് എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഇറ്റ്സ് ബാറ്ററി ഈസ് ഡിസ്ചാർജ് എന്ന് പറയാം. ബാറ്ററി ഈസ് ഡിസ്ചാർജ്ഡ്. ഓക്കെ, നൗ ഇനി നമുക്കിപ്പം ഈ ഒരു ഡിസ്ചാർജ് ആയിട്ടുള്ള ബാറ്ററിനെ നമുക്ക് റീചാർജ് ചെയ്യണം. ഓക്കെ, സോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിന്റെ ഉപയോഗം അത് തന്നെയാണ്. കാരണം ഡിസ്ചാർജ് ചെയ്യാനും റീചാർജ് ചെയ്യുക മാത്രമാണ് ഈ ഒരു ബാറ്ററിയുടെ ഉപയോഗം. ഇനി ഇവിടെ ഞാൻ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻസ് ഡ്യൂറിങ് ദ ബാറ്ററി ചാർജ്. ഒന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒന്ന് H2SO4ഉം അതുപോലെ തന്നെ H2O. H2O എന്ന് പറയുന്നത് നമ്മൾ ഈ വാട്ടറിന്റെയാണ് ആക്ച്വലി. അതായത് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ. അതുപോലെ തന്നെ H2SO4 എന്ന് പറയുകയാണെങ്കിൽ അതിൽ ആസിഡ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആനോഡും അതുപോലെ തന്നെ കാഥോഡും തന്നിട്ടുണ്ട്. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ഡയോക്സൈഡും അതുപോലെ തന്നെ കാഥോഡ് എന്ന് പറയുന്നത് ലെഡും ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഫ്രം ജനറേറ്റർ. ഓക്കെ, ഒരു ജനറേറ്ററിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ നമുക്ക് കാണാം.
സോ ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് വെൻ ദ ബാറ്ററി ഈസ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത്. ഓക്കെ, സോ യാ, സോ ഇവിടെ നമ്മളൊരു PbO2, ഓക്കെ, PbO2 എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. സോ ഈ PbO2ന്റെ പ്ലേറ്റ് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലെഡ് സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത്, അപ്പം ഈ ഒരു ലെഡ് സൾഫേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലേറ്റിൽ നിന്നൊരു ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സോ അതായത് ഈ ഒരു PbO2, അതായത് ആനോഡ്, നമ്മൾ ഈ ഒരു കെമിക്കലുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്ന, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺസ് ഇതിലേക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PB റിയാക്ട് വിത്ത് ദി സൾഫേറ്റ് അയൺസ്. ഓക്കെ, ഈ PB നമ്മൾ ഈ ഒരു സൾഫേറ്റ് അയൺസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. PB റിയാക്ട് വിത്ത് സൾഫേറ്റ് അയൺസ് ടു ഫോം എ ലെഡ് സൾഫേറ്റ്, ഒരു ലെഡ് സൾഫേറ്റ് അത് ഫോം ചെയ്യുന്നുണ്ട്. സോ PB സപ്ലൈസ് ആക്ച്വലി രണ്ട് പോസിറ്റീവ് ചാർജസും അതുപോലെ തന്നെ ലെഡ് ഇലക്ട്രോഡ് സപ്ലൈ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ചാർജുമാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രണ്ട് പോസിറ്റീവും നെഗറ്റീവും പ്ലേറ്റുകൾ ഒരു ലെഡ് സൾഫേറ്റ്, ഓക്കെ, ഒരു ലെഡ് സൾഫേറ്റ് ഫോം ചെയ്യണം. സോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് ബിക്കം ലെഡ് സൾഫേറ്റ് ആയി മാറുന്നു. ആൻഡ് ദ ഇലക്ട്രോലൈറ്റ് ലൂസസ് മച്ച് ഓഫ് ഡിസോൾവ്ഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ആസ് വാട്ടർ. സോ ഇതിൽ നിന്ന് എന്തായിരിക്കുന്നത്, ഈ ഇലക്ട്രോലൈറ്റ് എന്താ പറയുക, ഒരുപാട് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഈ ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഈ പറഞ്ഞ മാതിരി നമ്മുടെ അയൺസുകൾ പോസിറ്റീവ് നെഗറ്റീവും പ്ലേറ്റുകൾ ഒരുപാട് ഇലക്ട്രോലൈറ്റിനെ കുറച്ചുകൂടി ഈ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ആക്ച്വലി ചെയ്യുന്നത്. സോ അവിടെ ഒരു വാട്ടറിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് പ്ലേറ്റിനെ റിയാക്ഷൻ ഇവിടെ കാണാം. PbSO4 plus 2H2O gives PbO2 plus HSO4 which is aqueous plus 3 hydrogen ion plus 2 electrons റിലീസ് ചെയ്യുന്നുണ്ട്, -2 electrons റിലീസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് പ്ലേറ്റിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് PbSO4 പ്ലസ് സോളിഡ് ആയിട്ടുള്ള PbSO4 പ്ലസ് ഹൈഡ്രജൻ പ്ലസ് അക്വേഷ്യസ് ആയിട്ടുള്ള ഹൈഡ്രജൻ പ്ലസ് അയൺസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതുകൂടാതെ ഈ രണ്ട് ഇലക്ട്രോൺസ് അതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അങ്ങനെ PbSഉം അതുപോലെ തന്നെ HSO4ഉം ഉണ്ടാവുന്നുണ്ട്, അക്വേഷ്യസ് ആയിട്ടുള്ള HSO4ഉം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. So these are the two reactions occurring while battery discharge and recharge. Okay, so ഈ ഒരു റീചാർജിങ്ങിന്റെ ഡിസ്ചാർജിങ്ങിന്റെ പ്രോസസ്സിൽ ഇലക്ട്രോലൈറ്റ് ബിക്കംസ് ഡയല്യൂട്ട്, ഇലക്ട്രോലൈറ്റ് ഡയല്യൂട്ട് ആയി മാറുന്നു. അതുകൂടാതെ അത് SO4നെ, ഓക്കെ, കാരണം എന്താ വെച്ചാൽ SO4നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെഡ് പ്ലേറ്റ്, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ലെഡ് പ്ലേറ്റ് ഈ ഒരു SO4നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു SO4നെ ഡയല്യൂട്ട് ചെയ്ത് അതിനെ SO4നെ ഈ ഒരു അബ്സോർപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ബാറ്ററി വീക്ക് ആവാൻ തുടങ്ങും അല്ലെ, അതാണ് ആസിഡ് വീക്ക് ആവാൻ തുടങ്ങുന്നത്. ആൻഡ് ഫുള്ളി ഡിസ്ചാർജ് കണ്ടീഷൻ stimulates that both electrodes and identical sulfate plates, and so the electrolyte dilute ആയിട്ടുള്ള ഒരു സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കിട്ടുന്നു. സോ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി ഇൻഡയറക്ട്ലി സൾഫ്യൂരിക് ആസിഡിന് അനുസരിച്ചായിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ സൾഫ്യൂരിക് ആസിഡിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ടോട്ടലി നമുക്ക് എത്രത്തോളം ഇതില് നമ്മുടെ പവർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇത് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസ്ചാർജും അതുപോലെ തന്നെ റീചാർജും അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ഈ ഇലക്ട്രോലൈറ്റിന്റെ നമുക്ക് ഈ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് റീചാർജിങ് പ്രോസസ് ആണ്. സോ റീചാർജിങ് പ്രോസസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ദി ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഈ ബാറ്ററിക്ക് വേണ്ടിയിട്ട് ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ റീചാർജിങ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി റീചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബാറ്ററിയിലേക്ക് നമ്മൾ കറണ്ടിനെ തിരിച്ചു കൊടുക്കുകയാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദ കറണ്ട് ഫ്ലോ ത്രൂ എ ബാറ്ററി ഇൻ എ റിവേഴ്സ് ആക്ഷൻ. ഓക്കെ, സോ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് തിരിച്ചുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് തിരിച്ചുണ്ടാവും. ഓക്കെ, സോ അവിടെ ലെഡ് സൾഫേറ്റ് എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബ്രോക്ക് ഡൗൺ വിത്ത് ഓക്സിജൻ ആൻഡ് ദർ ഇസ് എൻ അയണൈസ്ഡ് വാട്ടർ അവിടെ ഫോം ചെയ്യും. ഓക്കെ,
സോ അത് കൂടാതെ ലെഡ് പെറോക്സൈഡ് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും, ഇത് പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലെഡ് എന്താ പറയുക നെഗറ്റീവ് ഇലക്ട്രോലൈറ്റിലേക്കും ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ആക്ച്വലി ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതാണ്. ആക്ച്വലി റീചാർജിങ് പ്രോസസ് ആണ് ഇവിടെ കാണുന്നത് ആക്ച്വലി. ഓക്കെ, ഓൺ ചാർജിങ് പ്രോസസ് അതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ആക്ച്വലി PbSO4 പ്ലസ് 2H2O എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കാണുന്നത്. ഓക്കെ, റൈറ്റ്. ഇത് ബാറ്ററി റീചാർജിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് ആക്ച്വലി. റൈറ്റ്. ഇനി ഈ ഒരു ബാറ്ററി ചാർജ് ആവുന്നത് ഏകദേശം സ്പെസിഫിക് ഗ്രാവിറ്റി 1.22 ആവുന്ന സമയത്താണ് ഫുള്ളി ചാർജ് എന്ന് പറയുന്നത്. ഹാഫ് ചാർജ് ആവുന്നത് 1.175 ആവുന്ന സമയത്ത്. Okay, so specific gravity of this electrolyte is very important in here. Okay, right. Now ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ബാറ്ററി ചാർജിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബാറ്ററി സ്ലോ ചാർജിങ് ഉണ്ട്, ബാറ്ററി ക്യൂബ് ചാർജിങ് ഉണ്ട്. അത് കൂടാതെ സ്ലോ ചാർജിങ് തന്നെ അഗൈൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. കോൺസ്റ്റന്റ് കറന്റ് ചാർജിങ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ് കൂടി ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ സമയം 3 മണി.